വിയറ്റ്നാമിലാണ്. ഒരു പ്രധാനപ്പെട്ട സാധനം കാണിച്ചു തരാം. എന്താന്ന് കാണണ്ടേ? വിയറ്റ്നാം ഹനോയിലാട്ടോ. സെക്കൻഡ് ഹാൻഡ് ഒഫീഷ്യൽ. ഇതാണ് ഈ ഷോറൂമിൻ്റെ പ്രത്യേകത. എന്താ പ്രത്യേകത പറഞ്ഞാൽ നല്ല വില കൂടിയ സാധനങ്ങൾ, നമുക്കിവിടെ ബ്രാൻഡ് സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ കാണുന്ന സാധനമൊക്കെ സെക്കൻഡ് ഹാൻഡ് ആട്ടോ. സെക്കൻഡ് ഹാൻഡ് സെയിൽ. അപ്പോൾ സെക്കൻഡ് ഹാൻഡും ഉണ്ടാവും. ഇവർ ഔട്ടായ മോഡൽസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. ഇവിടുത്തെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. സെക്കൻഡ് ഹാൻഡ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇത് സെക്കൻഡ് ഹാൻഡ് അല്ല. ഇവർ മാർക്കറ്റിൽ ഔട്ടായതും അല്ലാതുമായ നല്ല ബ്രാൻഡ് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോറൂം ആട്ടോ. ഇവിടുത്തെ വിലകളാണ് ഏറ്റവും രസം. 80 റുപ്യ 100 റുപ്യ നാട്ടിലത്തെ വില കേട്ടോ ഞാൻ പറയുന്നത്. അതിനാണ് നമുക്ക് അടിപൊളി സാധനങ്ങളൊക്കെ കിട്ടട്ടോ. നല്ല നല്ല ക്യാപ്പ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വിയറ്റ്നാമിൽ വരുമ്പം ഇങ്ങനത്തെ ഷോറൂമുകൾ കയറാൻ ആരും മറക്കണ്ട. കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഓഫറുകളും നല്ല അടിപൊളി ഫാഷൻ സാധനങ്ങൾ കണ്ടില്ല. നിങ്ങൾ ഓരോന്നും കണ്ടോളി. നിങ്ങൾ ജാക്കറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10,000 റുപ്യ കൊടുത്താൽ നാട്ടിലത്തെ കിട്ടാത്ത സാധനങ്ങളാണ് കേട്ടോ. 100 റുപ്യ 200 റുപ്യ വരുള്ളൂ നാട്ടിലത്തെ വില. ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ടീഷർട്ട്സ്, ലേഡീസിൻ്റെ ഐറ്റംസ്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും. ഇങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ഏറ്റവും കൂടിയ വില നാട്ടിലത്തെ 500 റുപ്യ കേട്ടോ. ഏറ്റവും ബോണ്ടിയ സാധനത്തിന് എത്ര അടിപൊളി ബ്രാൻഡിന്. അങ്ങനെ ഞാൻ ഒരു 3-4 ഐറ്റം എടുത്തിട്ടോ. ഞാൻ കാനഡ US ഒക്കെ പോകുന്നതുകൊണ്ട് തണുപ്പാണ്. അപ്പോൾ അത് പ്രമാണിച്ചിട്ട് വലിയൊരു ജാക്കറ്റ് എടുത്തു.